Hello everyone, welcome to Eileen IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 7-ാം തീയതി അതുപോലെ തന്നെ 8-ാം തീയതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഇന്നലത്തെയും ഇന്നത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാ ന്യൂസും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഒരു 30 മിനിറ്റ് ആയിട്ടുള്ള ഒരു സെഷനാണല്ലോ. ബാക്കി ഇമ്പോർട്ടൻ്റ് ന്യൂസുകൾ നമ്മൾ വരും ദിവസങ്ങളിലെ അനാലിസിസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ നമ്മൾ മാക്സിമം ഈ വീക്കിലെ എല്ലാ ന്യൂസും ഈ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസ് സെക്ഷനിലൂടെ കവർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇന്നലത്തെയും ഇന്നത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു എക്സ്പ്ലെയിൻ ആണ് അബൌട്ട് ഇന്ത്യ UK ടൈസിനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒപ്പീനിയൻ നോക്കുന്നുണ്ട് നമ്മുടെ പാത്ത് ടു പ്രോഗ്രസ് കുറിച്ച്, നമ്മുടെ ഒരു ഗോൾഡ് റിസർവിനെ കുറിച്ചൊരു ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ട് ദ ഹിന്ദുവിൽ, അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോബൽ പ്രൈസസ് ഇൻ മെഡിസിൻ അതുപോലെ തന്നെ ഫിസിക്സ് അത് പ്രൊക്ലെയിം ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിനെ കുറിച്ച് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ടെക്നോളജീസിനാണ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ സൂപ്പർ മൂൺ ആയിരുന്നു, അപ്പോൾ എന്താണ് ഈ സൂപ്പർ മൂൺ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് PM ക്വിറ്റ് ചെയ്തിരുന്നു, അതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യ UK തമ്മിലുള്ള ടൈസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു ജൂലൈ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഇന്ത്യ UK തമ്മിലുള്ള FTA അതുപോലെ തന്നെ സീറ്റ ട്രേഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ UK PM സ്റ്റാർമർ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോവാണ്. ജൂലൈയിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 2024 ജൂലൈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് PM ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുകയാണ്. ഒരു 2 days മീറ്റിങ്ങിനാണ് വരുന്നത്. അതൊരു 100 മെമ്പേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഫോർ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ന്യൂസാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഹിന്ദുവിൽ വന്നിട്ടുള്ള ന്യൂസാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ആണ്. അതായത് ഇന്ത്യ UK തമ്മിലുള്ള ടൈസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ഇന്ത്യനെയും UKനെയും അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിട്ടുള്ള ബയലാറ്ററൽ ടൈസിന് വേണ്ടിയിട്ട് കെയർ സ്റ്റാർമർ PM ബ്രിട്ടീഷ് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഗ്ലോബൽ ഫിൻടെക് സബ്മിറ്റ് മുംബൈയിൽ വെച്ച് നടക്കുന്നുണ്ട്, അതും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ജൂലൈയിൽ മോദിയും UKയും സൈൻ ചെയ്തിരുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. FTA എന്ന് പറയുന്നത് സ്റ്റാമ്പ് ഓഫ് എ ബൈപാർട്ടീഷ്യൻ കോൺഷ്യസ്നസ് ഇൻ ദ UK ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ UK ടൈസ് ബ്രോഡ്ലി. ദെൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഇന്ത്യ UK ടൈസ് ഏതൊക്കെ രീതിയിൽ ഇന്ത്യക്കും അതുപോലെ തന്നെ ബ്രിട്ടനും ബെനിഫിറ്റ് ആണ് എന്നാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലിവിങ് ബ്രിഡ്ജാണ് ഇന്ത്യ UK എന്ന് പറയുന്നത്. അതായത് UKയിൽ വളരെയധികം ഇന്ത്യൻ ഡയസ്പോറ ഉണ്ട്, ഇന്ത്യൻ വംശജർ അവിടെ ഉണ്ട്, ഇന്ത്യൻ നാഷണൽസ് അവിടെ ഉണ്ട്, ഇന്ത്യൻ സിറ്റിസൺസ് അവിടെ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറയുന്നത് about 2.6% ഓഫ് UK പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയസ്പോറയാണ്. മോർ ദാൻ 65,000 കമ്പനീസ് ഇൻ UK ഓൺ ചെയ്യുന്നത് ഈ ഇന്ത്യൻ ഡയസ്പോറയാണ്. അതെന്താണ്, ആ ഒരു UKയിലെ ജോബ് ക്രിയേഷൻ അതുപോലെ തന്നെ ലോക്കൽ എക്കണോമിക് ഗ്രോത്ത്, ടാക്സ്, ഇതിനെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ 2.6 ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഇൻ UK ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യൻ ഡയസ്പോറേനെ ദ ലിവിങ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് UK എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്കണോമിക് ട്രേഡ് എഗ്രിമെൻറ്റ്, അതായത് നമ്മുടെ വിഷൻ 2035 ഡോക്യുമെൻ്റ് പറഞ്ഞിരുന്നു. അതായത് 2035 ആക്കുമ്പോഴേക്കും ഉള്ള വിഷൻ, അതിനകത്ത് ഇന്ത്യ UK എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ UK വിഷൻ 2035ൻ്റെ കീ പില്ലേഴ്സ് എന്ന് പറയുന്നത് തന്നെ ജോബ് ക്രിയേഷൻ ഇൻ UK ആൻഡ് ഇന്ത്യ ആണ്. ഇന്ത്യയിലും UKയിലും ആളുകൾക്ക്
കൂടുതൽ ജോബ് ക്രിയേഷൻസ്. അതിന് വേണ്ടിയിട്ട് UK നിന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് വിടുക, ഇന്ത്യൻസിനെ UK കൊണ്ടുപോവുക, അങ്ങനെ മാക്സിമം ജോബ് ക്രിയേഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ പാർട്ണർഷിപ്പ് ടു നേച്ചർ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഗ്ലോബൽ ടാലൻറ്റ്, ഡെവലപ്പിംഗ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ആൻഡ് സ്ട്രെങ്തനിങ് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷൻ. നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു, നമ്മൾ ടെക്നോളജി, ഡിഫൻസ്, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി കോർപ്പറേഷനിൽ നമുക്കൊരു നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ രണ്ട് രാജ്യത്തിൻ്റെയും സെക്യൂരിറ്റി കീപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു FTA അതുപോലെ തന്നെ CETA പറഞ്ഞിരുന്നത്. ദെൻ നമ്മൾ പറയുന്നത് എക്കണോമിക് കോർപ്പറേഷനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എക്കണോമിക് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ അതുപോലെ തന്നെ UK എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ 5th അതുപോലെ തന്നെ 6th ലാർജസ്റ്റ് എക്കണോമീസ് ആണ് ഈ രണ്ട് കൺട്രീസ്. അപ്പോൾ ഈ രണ്ട് കൺട്രീസ് തമ്മിലുള്ളൊരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കൺട്രികൾക്കും ഭയങ്കര ബെനിഫിറ്റ് ആണ്. ബയലാട്രൽ ട്രേഡ് പറയുന്നത് അറൗണ്ട് $56 ബില്യൺ ആയിരുന്നു 2024. ഇന്ത്യ UK തമ്മിലുള്ള ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രേഡ് എന്ന് പറയുന്നത് 56 മില്യൺ ആയിരുന്നു. അതായത് ഇമ്പോർട്ട് അറൗണ്ട് 15 മില്യൺ, അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് 26 ബില്യൺ പൗണ്ട്സ് ഒക്കെ ആണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് 2030 കൂടി നമ്മൾ ഡബിൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതാണ് നമ്മുടെ CETA പറഞ്ഞത്. ദെൻ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഇന്ത്യൻ പ്രൊഡക്ട്സിന് UK ഡ്യൂട്ടി ഫ്രീ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ UK പ്രൊഡക്ട്സിനും ഇന്ത്യയിലും ആ ഒരു എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താണ് നമ്മളത് കുറച്ച് വരുന്നത് ഇന്ത്യൻ കമ്പനീസ്, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ആ ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ FDIs ഇന്ത്യയിലോട്ട് വരും അല്ലെങ്കിൽ UK വരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ FTA is expected to give Indian business more competitive market across assistant focus sectors like textiles, leather, footwear, sports, അതുപോലെ തന്നെ ടോയ്സ്, ജെംസ്, ജ്വല്ലറി, ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ നമ്മുടെ ഗ്രോത്ത് ഇൻ IT, ഫിനാൻസ്, പ്രൊഫഷണൽ സർവീസ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ബിസിനസ് സർവീസ് ഒക്കെയാണ് നമ്മൾ എക്കണോമിക് കോർപ്പറേഷൻ വഴി ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിഫൻസ് കോർപ്പറേഷൻ, നമ്മൾ UK ആയിട്ടൊരു ഡിഫൻസ് കോർപ്പറേഷൻ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സെക്യൂരിറ്റി ഡിമാൻഡ് കൂടി വരികയാണ്. അപ്പോൾ അതിനകത്ത് ബോത്ത് കൺട്രീസിനും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ കീ ഏരിയ എന്ന് പറയുന്നത് ജെറ്റ് എൻജിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇന്ത്യ UK തമ്മിലുള്ള. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു ഡിഫൻസ് കോർപ്പറേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഡിസൈൻ, പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് എടുത്തു പറയുന്നതാണ്. രണ്ട് കൺട്രീസും ഒരുമിച്ച് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിൻ്റ് ആയിട്ടുള്ള മിലിറ്ററി എക്സസൈസുകൾ, അതുപോലെ തന്നെ പോർട്ട് ആക്സസുകൾ, ഡിഫൻസ് ടെക്നോളജിക്കൽ കോർപ്പറേഷൻസ്, ദെൻ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എക്സ്ചേഞ്ച് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്, അതായത് ഇവിടുത്തെ നല്ല എക്സ്പേർട്സിനെ UK കൊടുക്കുക. ദെൻ UKസിലെയും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഇന്ത്യയുടെ ടെക്നോളജി ഡെവലപ്മെന്റ്സിന് ഇങ്ങോട്ട് അയക്കുക. അങ്ങനെയുള്ള സ്കീമുകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിഫൻസ് എഡ്യൂക്കേഷൻ, ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ഓൾസോ ടേക്കിംഗ് പ്ലേസ് ഇതിൻ്റെ ഡിഫൻസ് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അതായത് കുറേയധികം കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് UK പോയിട്ട് UK എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് UK 1,70,000 ഇന്ത്യൻസ് ആണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ വേരിയസ് യൂണിവേഴ്സിറ്റീസിലായിട്ട്. അപ്പോൾ ഇന്ത്യൻസ് അവിടെ പോയി പഠിക്കുന്നത് പോരാതെ UK യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ വന്നിട്ട് അവിടെ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ ആണ്. അത് ഗുരുഗ്രാമിൽ അവരുടെ ഫസ്റ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആസ് പാർട്ട് ഓഫ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അപ്പോൾ എഡ്യൂക്കേഷനിൽ ഇന്ത്യയിൽ UK ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് വരുന്നത് എന്താണ്, സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുക. ഷിവനിങ് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ യങ് പ്രൊഫഷണൽ സ്കീം, എന്തിനാണ്, സ്റ്റഡി ചെയ്യാനും വർക്ക് ചെയ്യാനും ആയിട്ട് ടു കൺട്രീസ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാത്ത് വേസിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നുണ്ട്. അബൌട്ട് 3,000 യങ് പ്രൊഫഷണൽസ് ഫ്രം ഈച്ച് കൺട്രി എന്ത് ചെയ്യാം, ആ കൺട്രീസ്, ഇപ്പോൾ 3,000-ലധികം യങ് പ്രൊഫഷണൽസിന് ഇന്ത്യയിലും UK-കാർക്ക് ഇന്ത്യയിലും ഇന്ത്യൻസിന് UK-യിലുമായിട്ട് എന്ത് ചെയ്യാം, അവിടെ താമസിക്കാനും വർക്ക് ചെയ്യാനും, അതായത് ഒരു 2 വർഷത്തിൽ അവരെ പഠിത്തം കഴിഞ്ഞ് 2 വർഷത്തോളം അവിടെ നടക്കാനുമായിട്ടുള്ള ഒരു സ്കീമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് എയർലി കരിയർ ഗ്രോത്തും സ്കിൽ ട്രാൻസ്ഫറൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആസ് എ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ദെൻ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യ UK റിലേറ്റഡ് ആയിട്ട്. ദെൻ കൾച്ചറിൽ വെച്ച് നോക്കുമ്പോൾ ഫിലിം പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഫ്രെയിംവർക്ക് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ UK-യിലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് അതുപോലെ തന്നെ അതിൻ്റെ അനുമതി കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ അതിനൊക്കെ ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്ഡേറ്റഡ് പ്രൊഡക്ഷൻ ഫ്രെയിംവർക്ക് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹെൽപ്പ് ഇന്ത്യൻ ആൻഡ് UK പ്രൊഡ്യൂസേഴ്സ് ആക്സസ് ഇൻസെൻറ്റീവ്സ് ഇൻ ബോത്ത് മാർക്കറ്റ് അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തും. ആക്റ്റീവ് ബിസിനസ്സിന് വേണ്ടിയിട്ട്, അതായത് ഹെൽപ്പ് ഫെസ്റ്റിവൽസ്, ലേബൽ, പബ്ലിഷേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നു. ദെൻ പീപ്പിൾ ഫസ്റ്റ് ബെനിഫിറ്റ്, മോർ ഇന്ത്യൻ സിറ്റീസിലും ഒക്കെ ആയിട്ട് ഇന്ത്യൻ കൾച്ചർ അതുപോലെ തന്നെ UK കൾച്ചർ കാര്യങ്ങൾ വയ്ക്കുക. ദെൻ ഇന്ത്യൻസിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ള കാര്യങ്ങൾ. മോർ കണക്ടിവിറ്റി, ലോക്കൽ സർവീസ് ആക്സസ്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റുകളുടെ എണ്ണം കൂട്ടുക, ഫ്ലൈറ്റ് ആക്സസ് കൂട്ടുക, അതുപോലെ തന്നെ ഫ്ലൈറ്റിന് സീറ്റുകൾ കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇന്ത്യ UK ടൈസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ഒരു ലിവിങ് ബ്രിഡ്ജ് ആണ്. അതുപോലെ തന്നെ എക്കണോമിക് കോർപ്പറേഷൻ വരുന്നുണ്ട്, ഡിഫൻസ് കോർപ്പറേഷൻ, എഡ്യൂക്കേഷൻ, കൾച്ചർ, അതുപോലെ തന്നെ കണക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ടൈസിൽ വരുന്നത്. ഇതിന് FTA എന്താ, CETA എന്താന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയും ഡെവലപ്മെൻറ്റ്സ് വരും, അപ്പോൾ അന്ന് അടുത്തൊരു എക്സ്പ്ലെയിനിൽ നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ അടുത്ത ലീഡിങ് ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്ത ലീഡിങ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒപ്പീനിയൻ ആണ്. ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. എ പാത്ത് ടു പ്രോഗ്രസ് ദാറ്റ് ഈസ് പേവ്ഡ് വിത്ത് ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആത്മനിർഭർ ഭാരത എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് റിലൈൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെ നമുക്ക് ഒരു ഡെവലപ്ഡ് അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് കൺട്രി ആയിട്ട് മാറാം, അപ്പം അത് നമ്മുടെ ഹിസ്റ്ററിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള എവിഡൻസ് കിട്ടും. അതായത് നമുക്ക് എന്തൊക്കെ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടോ ആ ക്രൈസിസ് മറികടക്കാനായിട്ട് നമ്മൾ പുതിയ ഫോംസ്, പുതിയ സ്ട്രക്ചർ കൊണ്ടുവരും, അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതെന്താ നമ്മുടെ ക്രൈസിസിനെ മറികടക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ഡെവലപ്മെന്റിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവാറുമുണ്ടെന്നാണ് ഈ ഓതർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ എക്സാമ്പിൾ കൊടുക്കുന്നത് നമ്മുടെ 1960 നമുക്ക് ഡ്രോട്ടൊക്കെ വന്നു, അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് ഫെമൈനൊക്കെ വന്നു, നമുക്ക് ഫുഡ് ഒക്കെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 1960s നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഫുഡ് സ്കേഴ്സിറ്റി മാറ്റാൻ പറ്റി, നമുക്ക് സർപ്ലസ് പ്രൊഡക്ഷൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റി. അതുപോലെ തന്നെ 1990s നമ്മുടെ ഡിജിറ്റൽ സ്ഫിയറിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ഗ്ലോബലൈസേഷനും എല്ലാം വഴി ഡിജിറ്റൽ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വന്നു. ലിബറലൈസേഷൻ, ടെക്നോളജി ഒക്കെ എന്ത് വന്നു, 1990s വഴിയായിട്ട് ടെക്നോളജി ഗ്രോത്ത് ചെയ്തു. അങ്ങനെ IT സെക്ടർ കൂടി നമ്മുടെ സർവീസ് സെക്ടർ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. ദെൻ നമ്മുടെ റീസെൻ്റ് ആയിട്ട് COVID-19 വന്ന സമയത്ത്, പാൻഡമിക്സ് വന്ന സമയത്ത് എന്തായിരുന്നു, നമുക്ക് അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വാക്സിൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വാക്സിൻ ഡെവലപ്പ് നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമുക്ക് മറ്റൊരു കൺട്രീനെ നോക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പൈസ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും നമുക്ക് വാക്സിൻ കൊടുക്കാനൊക്കെ പറ്റി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, ക്രൈസിസ് വരുന്നത് നമുക്ക് സൊല്യൂഷൻസ് തരും. ആ സൊല്യൂഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇവിടെയും പറയുന്നത് ഇപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിനി മുൻപോട്ട് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ആയിട്ടുള്ള സെൽഫ് റിലയൻസ് ആണ് നമുക്ക് ആവശ്യം. നമുക്ക് കുറച്ച് ഫിനാൻസ് ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ഡെവലപ്ഡ് കൺട്രി ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് റിലയൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് നമുക്ക് എങ്ങനെ കിട്ടും, ആ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI സിൻസ് 2000 എന്ന് പറയുന്നത് $1 trillion ആണ്. അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോസ് ഹാവ് ഷ്രങ്കൺ ബൈ മോർ ദാൻ 11% ഇൻ കലണ്ടർ ഇയർ 2024. അതായത് നമുക്ക്
FDI വഴിയാണ് നമുക്ക് എന്താണ് ഫിനാൻസ് ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ 2024 നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, കുറേ ഗ്ലോബൽ ക്രൈസിസ് നടക്കുന്നുണ്ട് എക്കണോമിക്കലി, അതുപോലെ തന്നെ വാർ നടക്കുന്നുണ്ട്, പല ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ദെൻ ട്രംപിന്റെ താരിഫ് ഇഷ്യൂസ്, അങ്ങനെ ഗ്ലോബൽ രീതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കുള്ള ഫിനാൻസ് കുറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഫിനാൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസിനെ നമുക്ക് എങ്ങനെ സ്റ്റേബിൾ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തെ രാജ്യങ്ങളെ ആശ്രയിക്കാതെ എങ്ങനെ നമുക്കൊരു സെൽഫ് റിലയന്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് പൈസ കിട്ടും എന്നാണ് ഈ ഒരു ഓദർ ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഗോൾഡ് ആണ്. നമ്മുടെ ഗോൾഡ് നമുക്കറിയാം, ഇന്ത്യൻസ് ആയാലും നമ്മൾ കേരളീസ് ആയാലും വളരെയധികം ഗോൾഡിനോട് താല്പര്യമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ ആളുകളുടെ കയ്യിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ജനറേഷൻസ് ആയിട്ട് ഗോൾഡ് ഹാസ് ബീൻ ബോത്ത് എ സ്റ്റോർ ഓഫ് വാല്യൂ ആൻഡ് എ സിമ്പിൾ ഓഫ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്. നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗോൾഡ് ആ ഒരു റിസർവ് ഉണ്ട്. അതായത് കളക്റ്റീവ്ലി ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ 25,000 ടൺസ് ഓഫ് ഗോൾഡ് ആണ് ഉള്ളത്. ഒരു പ്രൈവറ്റ് റിസർവിൽ ഉണ്ടാവുന്നതിൽ കൂടുതൽ, അതായത് 25,000 ടണ്ണാണ് അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിന്റെ സ്റ്റോർ ആയിട്ടിരിക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അബൌട്ട് 2.4 ട്രില്യൺ വെൽത്ത് ആണ് ഈ പറയുന്ന 25,000 ടൺസ് എന്ന് പറയുന്നത്. അതായത് മോർ ദാൻ 55% ഓഫ് ഇന്ത്യയുടെ GDP ഇൻ FY ഫിനാൻഷ്യൽ ഇയർ 2026 ടേംസ്. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഇന്ത്യൻ ആളുകളുടെ ഹൗസ് ഹോൾഡ്, അതായത് ഇന്ത്യൻ GDPയുടെ 55% എബോവ് ഗോൾഡ് ഇന്ത്യൻ ഹൗസ് ഹോൾഡിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗോൾഡിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ പുതിയ സ്കീമുകൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഈ ഗോൾഡിന് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡിൽ നിന്ന് ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ആ ഗോൾഡ് കളക്ട് ചെയ്യണം. അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം ഗവൺമെന്റിൽ, അത് എങ്ങനെ അവർ ആ ഗോൾഡ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ആ ആളുകളിലേക്ക് കിട്ടും. അതിനായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അവിടെ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ്, നമ്മുടെ ഈ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഗോൾഡ് നമുക്ക് റിസർവ് ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഹിഡൻ ട്രഷറാണ്. അപ്പൊ ആ ഒരു ട്രഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മറികടക്കാനായിട്ട് പറ്റും. അവിടെ 3 ബേസിക്സ് അവിടെ ആവശ്യമാണ്. ഇങ്ങനെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു 3 ബേസിക്സ് ആവശ്യമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഈ ഗോൾഡിന്റെ ഹോൾ മാർക്കിംഗ്, അതുപോലെ തന്നെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് സെന്റേഴ്സ് നീഡ് ടു സ്കെയിൽ ഫാസ്റ്റർ ഓർ ട്രസ്റ്റഡ് വാല്യുവേഷൻ അക്രോസ് കൺട്രി കൊണ്ടുവരണം. അതിനായിട്ട് എ ഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കളക്ഷൻ, അതുപോലെ തന്നെ പ്യൂരിറ്റി ടെസ്റ്റിംഗ് സെന്റേഴ്സ് നമുക്ക് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലോജിസ്റ്റിക്സ് ആവശ്യമാണ്. നമ്മുടെ ഈ പറയുന്ന സാധനങ്ങൾ ബാങ്കിലോട്ട് ക്യാൻ മാനേജ് ദ മണി ഫ്ലോ വൈൽ എക്സ്പീരിയൻസിങ് കളക്ഷൻ ആൻഡ് പ്യൂരിറ്റി ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഹാൻഡിൽ ഗോൾഡ് മൂവ്മെന്റ് സെക്യൂർലി ആൻഡ് അതുപോലെ തന്നെ ട്രാൻസ്പാരന്റ് ആയിരിക്കണം. അപ്പൊ അതിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് വേണം. ലോജിസ്റ്റിക്സ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബാങ്കിലോട്ട് അല്ലെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ടുള്ള ലോജിസ്റ്റിക്സ് വേണം. കാരണം ഗോൾഡ് ആണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് മോഷണം നടക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് വേണം. ദെൻ തേർഡ് എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷൻ. എവറി ഹൗസ് ഹോൾഡ് ഡെപ്പോസിറ്റേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ട്രാക്ക് ദെയർ മെറ്റൽ ബാലൻസ് ഈസിലി ആസ് എ ബാങ്ക് അക്കൗണ്ട് ബാലൻസ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഗോൾഡിനെ നമ്മുടെ ബാങ്ക് ബാലൻസ് പോലെ തന്നെ ബാങ്കിലായിട്ട് സൂക്ഷിക്കാവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആളുകൾക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾ ഫോണിൽ ബാങ്ക് ബാലൻസ് നോക്കുന്ന പോലെ നമ്മുടെ ഗോൾഡ് ബാലൻസ് എവിടെയാണ്, അപ്പോൾ ആളുകൾ ഉപയോഗിക്കാതിരിക്കുന്ന ഈ സ്വർണം അങ്ങനെ നമുക്ക് റിസർവ് ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇതിനെ മറികടക്കാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ ആള് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് മെയിൻലി വരുന്നത് എന്താണ്, നമ്മൾ അതിനായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ കൊണ്ടുവരണം. ദെൻ ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ടാവണം ഗവൺമെന്റിൽ ഈ പറയുന്ന ഗോൾഡ് കൊടുക്കാനായിട്ട്. അതിനുവേണ്ടി കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്ക് വേണം. ദെൻ ആളുകളുടെ കയ്യിൽ ഗോൾഡ് ഉള്ള സമയത്ത് ആ ഗോൾഡ് കൊടുക്കുന്ന സമയത്ത് അതിന് ടാക്സ് ഈടാക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഗവൺമെന്റിലോട്ട് വേറെ പൈസ കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന ഗോൾഡ് ഗവൺമെന്റിലേക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യമാണ് ഈ ഒരു
ഓപ്പണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നോബൽ പ്രൈസിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളെല്ലാവരും നോബൽ പ്രൈസ് ജേതാക്കളുടെ ന്യൂസസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നും വന്നിട്ടുള്ളതാണ്. മിനിഞ്ഞാന്ന് നമുക്ക്, അതായത് നമ്മൾ 7th ന്യൂസസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത് മിനിഞ്ഞാന്ന് 7th ന്യൂസാണ്. അതിനകത്ത് നമ്മുടെ മേരി ബർഗ്നോ, അതുപോലെ തന്നെ ഫെഡ് റാംഷെൽ ആൻഡ് ഷിമോവു സഖാഗുച്ചി എന്ന് പറയുന്ന ഈ 3 പേർക്കാണ് മെഡിസിനുള്ള 2025 നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂണോ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചതിനാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനാണ് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. മെഡിസിൻ നോബൽ ഫോർ സയൻറ്റിസ്റ്റ് ഹു ഡീമിസ്റ്റിഫൈഡ് ദ ഇമ്മ്യൂണോ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇമ്മ്യൂണോ സിസ്റ്റം ആണ് നമുക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന പുറത്തുനിന്നുള്ള ഏജന്റിനെ തടയുന്നത്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വരുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കോംപ്ലക്സ് ഓഫ് സെവറൽ സെൽസുകൾ ഉണ്ട്. ബി സെൽസ്, ടി സെൽസ്, ന്യൂറോഫൈൽസ്, മാക്രോഫേജസ്, അതൊക്കെ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന ടി സെൽസും ബി സെൽസും മാക്രോഫാജസും എല്ലാം ഉള്ളത്. അപ്പൊ ഈ സാധനങ്ങൾ പുറത്തുനിന്നുള്ള ഏജൻസിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തുനിന്നുള്ള ഏജൻസിനെ മാത്രമായിരിക്കുമല്ലോ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ഇതും അതിനകത്ത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ തടയുന്നത് നമ്മുടെ റെഗുലേറ്ററി ടി സെൽസ് ആണ്. അപ്പൊ ഈ ടി സെൽസിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇമ്മ്യൂണോ സിസ്റ്റം പറയുന്ന ഈ ഒരു ടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ ഇമ്മ്യൂൺ സിസ്റ്റം മസ്റ്റ് ഡിസ്റ്റിങ്വിഷ് സെൽഫ് ഫ്രം ഇൻവേഡേഴ്സ് ടു അവോയ്ഡ് അറ്റാക്കിംഗ് ബോഡി ഇറ്റ് സെൽഫ്. നമ്മുടെ ഷിമോൺ സഖാവ്ജി ആണ് ഡിസ്കവേർഡ് റെഗുലേറ്ററി ടി സെൽസ് ദാറ്റ് ക്ലെയിം ഇമ്മ്യൂൺ റിയാക്ഷൻ ആൻഡ് പ്രിസർവ് സെൽഫ് ടോളറൻസ്. അതായത് ഫോറിൻ എലമെന്റ്സിനെ തടയുന്ന അത് സെൽഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കാതെ തടയുന്നത് നമ്മുടെ ടി സെൽസ് ആണ്. അതിനെക്കുറിച്ച് പഠിച്ചതാരാണ്? ഷിമോണോ സഖാവ്ജി ആണ്. ദെൻ മേരി ബർഗ്നോ, അതുപോലെ തന്നെ ഫ്രെഡ് റാംഷെൽ ട്രേസ്ഡ് സർഫ് മൗസ് ഫെറ്റാലൽ അറ്റോണമി ടു ഫോൾട്ടി ഫോക്സ് P3 ജീൻ. ദെൻ ഇത് രണ്ടും കൂടി ദേ ലിങ്ക്ഡ് ഫോക്സ് P3 മ്യൂട്ടേഷൻ ടു ഹ്യൂമൻ IPA സിൻഡ്രോം. ദെൻ ടുഗദർ their work revealed FOX P3 controls regulatory T cell development and prevent immunomutiny. വേറെ ഒന്നുമില്ല, ഈ 3 സയന്റിസ്റ്റിന്റെ പേരറിയാം. ഹ്യൂമൻ ഇമ്മ്യൂണോ സിസ്റ്റം, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ കുറിച്ചാണ് അവരത് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അതുവഴി എന്താണ് അവർക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റം, ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു അറിവ് പ്രകാരം നമുക്കിപ്പോൾ നമ്മുടെ ക്യാൻസർ സെൽസുകളെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഇമ്മ്യൂണോ റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, ട്രാൻസ്പ്ലാന്റേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് നമ്മുടെ നോബൽ പ്രൈസ് മെഡിസിൻ വഴി നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മുടെ ഫിസിക്സിൽ നോബൽ പ്രൈസ് ഇന്നലെ അനൗൺസ് ചെയ്തു. അത് മെയിൻലി ഫോർ ക്വാണ്ടം ടണലിങ്ങിന് വേണ്ടിയിട്ടാണ്. ജോൺ ക്ലർക്ക്, മൈക്കൽ ഡെവോട്ടെ, അതുപോലെ തന്നെ ജോൺ മാർട്ടിനസ് ആണ് ആൻഡ് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ഓൺ ട്യൂസ്ഡേ പറഞ്ഞത് പ്രകാരം ഈ 3 പേർക്കുമാണ് ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഫോർ ക്വാണ്ടം ടണലിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു ബ്രാഞ്ച് ഉണ്ട് ഫിസിക്സിൽ, ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ നമ്മുടെ എല്ലാ ഒബ്ജക്റ്റുകളും, ഇപ്പോൾ നമ്മൾ കാണുന്ന സ്മാർട്ട് ഫോൺ മുതൽ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തത് ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം സയൻസിൻ്റെ ഡെവലപ്പ് വഴിയാണ്. അപ്പോൾ അങ്ങനെ മൈക്രോ ചിപ്പുകൾ, സ്മോൾ ചിപ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഈ പറയുന്ന ക്വാണ്ടം ഫിസിക്സിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന ആ ഒരു സയൻസ് ടെക്നോളജിക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഫോർ ഫിസിക്സ്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സൂപ്പർ മൂണിനെ കുറിച്ചാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ എന്തായിരുന്നു? സൂപ്പർ മൂൺ ആയിരുന്നു. അപ്പൊ എന്താണ് സൂപ്പർ മൂൺ? October 7th സൂപ്പർ മൂൺ ആയിരുന്നു. അപ്പൊ എന്താണ് സൂപ്പർ മൂൺ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് മൂൺ എന്ന് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആണ്. അതെപ്പോഴും എന്താണ്, എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂണിന് 2 പോയിന്റ്സ് ഉണ്ട്. അതായത് ഒന്ന്
എർത്തിന്റെ അടുത്ത് വരുന്ന പോയിന്റും മറ്റൊന്ന് എർത്തിന് ദൂരെയുള്ള പോയിന്റും. അപ്പൊ ഈ മൂണിന്റെ എർത്തിന്റെ അടുത്ത് വരുന്ന ഈ ഒരു പോയിന്റിനെ പെരിജി എന്നാണ് പറയുന്നത്, പെരിജി എന്ന് പറയും. ദെൻ ദൂരെയുള്ള ഇതിനെ നമ്മൾ അപ്പോജി എന്നും പറയും. അപ്പൊ നമ്മുടെ മൂൺ ഫുൾ മൂൺ ആവുന്ന ദിവസം എർത്തിന്റെ അടുത്ത പോയിന്റിൽ, അതായത് പെരിജിയിൽ വരുന്ന ആ ഒരു സമയത്താണ് നമുക്ക് സൂപ്പർ മൂൺ കാണാനായിട്ട് പറ്റുന്നത്. അതായത് മൂൺ സൂര്യന്റെ ഭൂമിക്കും ഇടയിലായിട്ട് ഭൂമിക്ക് ഏറ്റവും അടുത്ത പോയിന്റിൽ പെരിജിയിൽ വരുമ്പോൾ നമുക്ക് എന്താ ഫുൾ മൂണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല സൈസിൽ കാണാനായിട്ട് പറ്റും. കാരണം എന്താ, അത് ഭൂമിക്ക് ഏറ്റവും അടുത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ഫിനോമിനയാണ് നമ്മളെന്ത് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. എ ഫുൾ മൂൺ ഓർ ന്യൂ മൂൺ coincides with the moon's closest approach to earth in its elliptical orbit, a point known as perigee, because the moon's orbit is not a perfect circle. Its distance from the earth varies through. When moon is near its perigee and also directly opposite the sun, the full moon appears about 40% larger and 30% brighter than when it at its farth point. ഇതിനാണ് നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ആസ്ട്രോളജർ റിച്ചാർഡ് നൊല്ലിയാണ് ഈ സൂപ്പർ മൂൺ എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്യുന്നത്. 1970s ഈ ഒരു പേര് വരുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ സൂപ്പർ മൂൺ എന്നുള്ള പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസിന്റെ സ്കൈയുടെ ഡിഫറൻസ് അനുസരിച്ച്, അതുപോലെ നമ്മൾ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണുന്നത്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഇതൊക്കെ മാറുന്നതനുസരിച്ചിട്ട് മൂണിന്റെ സൈസിലും കളറിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ കളറും ഇതൊക്കെ അനുസരിച്ച് ചേഞ്ച് അനുസരിച്ചിട്ട് നമ്മളതിന് ബ്ലഡ് മൂൺ, ബ്ലൂ മൂൺ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മുടെ ഈ വർഷം 2025 നമ്മൾ കാണുന്ന സൂപ്പർ മൂൺസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ജൂലൈ 10 ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ബഗ് മൂൺ ആയിരുന്നു. ദെൻ സെപ്റ്റംബർ 7 നമ്മൾ ബ്ലഡ് മൂൺ എക്ലിപ്സ് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓഗസ്റ്റ് 9 കണ്ടത് സ്റ്റർജൻ മൂൺ ആണ്. ദെൻ ഇന്നലെ നമുക്ക് വിസിബിൾ ആയിരുന്നത്, ഒക്ടോബർ 7 വിസിബിൾ ആയിരുന്നത് നമ്മുടെ ഫസ്റ്റ് സൂപ്പർ മൂൺ ഓഫ് ദ ഇയർ ആണ്. ദെൻ നമ്മൾ നവംബർ 5 നമുക്ക് ബ്രൈറ്റസ്റ്റ് അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മൂൺ, ഈ വർഷത്തെ ഏറ്റവും ബ്രൈറ്റസ്റ്റും ഏറ്റവും വലിപ്പം കൂടിയതായിട്ടുള്ള മൂൺ നമുക്ക് നവംബർ 5 കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിസംബർ 4 ആണ് നമ്മുടെ ലാസ്റ്റ് സൂപ്പർ മൂൺ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 2025 സൂപ്പർ മൂൺസിന്റെ പിക്ചേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്ന ഒരു ന്യൂസാണ്. ജസ്റ്റ് ന്യൂസ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ലെക്കോണു അദ്ദേഹത്തിനെ PM ആയിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തിരുന്നു. 1 മന്തായി. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഒരു ഇതിനകത്ത് സൈൻ ചെയ്ത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞ് 24 hours അദ്ദേഹം എന്താണ് ക്വിറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ന്യൂസാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നമ്മുടെ ഇതൊരു ന്യൂസ് എന്നുള്ള രീതിയിൽ മാത്രം ഇമ്പോർട്ടൻസ് ഉള്ളൂ. ദെൻ നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്നത് അബൌട്ട് ന്യൂക്ലിയർ ബില്ലിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പറഞ്ഞ സമയത്ത് കുറച്ച് 2 ബില്ലിന് അമെൻമെന്റ്സ് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് ആറ്റോമിക് എനർജി ആക്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് ന്യൂക്ലിയർ എനർജിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇന്റൻഡ് ടു അമെൻഡ് 2 acts, അറ്റോമിക് എനർജി ആക്ട് അതുപോലെ തന്നെ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. അപ്പോൾ അതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഗവൺമെന്റിനാണ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അനുമതി ഉള്ളത്. ഇത് പ്രൈവറ്റ് വ്യക്തികൾക്കും കൂടി കൊടുക്കാം എന്നുള്ള മാറ്റമാണ് പുതിയ ന്യൂക്ലിയർ എനർജി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റുകൾ എന്ന് പറയുന്നത്. കറന്റ്ലി നമ്മുടെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCL, ദെൻ ഭാരതീയ നബ്ബിക്ലിയ വിദ്യുത് നിഗം ലിമിറ്റഡ് ഭാവിനി ആൻഡ് ന്യൂക്ലിയർ NTPC ജോയിന്റ് വെഞ്ചർ അനുശക്തി വിദ്യുത് നിഗം ലിമിറ്റഡ് അശ്വിനി, ഈ 3 എൻറ്റിറ്റികൾക്കാണ് ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഇൻ കൺട്രി അനുമതി ഉള്ളത്.
അപ്പോൾ ന്യൂ ലെജിസ്ലേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? അലൗ ദ പ്രൈവറ്റ് സെക്ടർ ടു ഓപ്പറേറ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ വിത്ത് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് മാനേജ്മെന്റ് ഓഫ് റിഗാർഡിംഗ്. അപ്പോൾ ഈ പുതിയ പ്രൈവറ്റ് എൻറ്റിറ്റികൾക്ക് ന്യൂക്ലിയർ പ്ലാന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഇന്ത്യയിലായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള അനുമതിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവാനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ വേസ്റ്റ്. പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ന്യൂക്ലിയർ വേസ്റ്റുകൾ ഉണ്ടാവും. ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ്. അങ്ങനെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകൾ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യും, ഈ വേസ്റ്റിനെ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും, ഈ കാര്യങ്ങൾ നമുക്കുള്ളൊരു പ്രൈം ഇഷ്യൂ ആണ്. ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് എൻറ്റിറ്റികൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ വേസ്റ്റിനെ എങ്ങനെ അത് സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുമെന്നാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു റിലേറ്റഡ് ഇഷ്യൂ ആണ് വരുന്നത്. ബട്ട് നമ്മളിങ്ങനെ പ്രൈവറ്റ് എൻറ്റിറ്റികൾക്ക് കൂടി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ കൂടണം. അങ്ങനെ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ കൂടിയാലാണ് നമ്മുടെ എനർജി പ്രൊഡക്ഷൻ കൂട്ടാനും നമ്മുടെ 500 മെഗാവാട്ട് ആണ് നമ്മുടെ അച്ചീവിങ് നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി എന്നായിട്ട് 2030 ആകുമ്പോഴത്തേക്കും റിന്യൂവബിൾ എനർജി ഇന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു 50% നമുക്ക് ഈ 500 ഗിഗാവാട്ട് ഓഫ് ന്യൂക്ലിയർ എനർജിന്ന് നമുക്ക് കിട്ടാം. അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ പറയുന്ന പ്രൈവറ്റ് വ്യക്തികളുടെ പാർട്ടിസിപ്പേഷനും കൂടി ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ന്യൂസിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് നോക്കിയിരുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യ UK-യിലുള്ള ടൈസ് പാർട്ണർഷിപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എക്കണോമിക്, എഡ്യൂക്കേഷണൽ, അതുപോലെ തന്നെ അതൊരു ബ്രിഡ്ജാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് പാത്ത് ടു പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ഒപ്പീനിയനായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ക്രൈസിസ് വരുന്നത് നമുക്ക് എങ്ങനെ ഡെവലപ്മെൻ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് നമ്മുടെ ഗോൾഡ് റിസർവ്സ് ഇൻ ഹൗസ് ഹോൾഡ് വെച്ചിട്ട് എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോബൽ പ്രൈസ് ജേതാക്കളെ കുറിച്ച് പറഞ്ഞു. ഇൻ മെഡിസിൻ അതുപോലെ തന്നെ ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളുകളുടെ പേരുകളും എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് സൂപ്പർ മൂണിനെ കുറിച്ചാണ്. എന്താണ് സൂപ്പർ മൂൺ, ദെൻ ഈ വർഷത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൂപ്പർ മൂൺസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് PM റിസൈൻ ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് ജസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ന്യൂക്ലിയർ ബില്ലിൽ കൊണ്ടുവരുന്ന മാറ്റത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ അതുപോലെ തന്നെ ഇന്നലത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ബാക്കി വിട്ടുപോകുന്ന ന്യൂസസ് എല്ലാം തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.